ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു അൺബോക്സിംഗ് കം റിവ്യൂ വീഡിയോ ആണ്. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. ഇത് സാംസങ്ങിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ പേര് സൺടാപ്പ് മൾട്ടി കളർ റിമോട്ട് കൺട്രോൾ കാർ എന്നാണ് എഴുതിയിരുന്നത്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇനി കവർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ. കാർ പക്ഷെ എടുക്കാൻ പറ്റില്ല. ഈ പാക്കേജിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു റിമോട്ട് കൺട്രോൾ കാർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിമോട്ട് ഉണ്ട് സ്വാഭാവികമായിട്ടും. അതിനകത്ത് ഫോർവേഡ് റിവേഴ്സ് ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ നടുക്കായിട്ട് വരുന്ന സ്ക്വയർ ബട്ടൺ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ട്. അത് തുറക്കാൻ വേണ്ടി ഒരു സ്റ്റാർ സ്ക്രൂ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് മാർക്കിംഗ് കാണാൻ പറ്റും ഏത് സൈസ് ബാറ്ററി ആണെന്നുള്ളത്. ഇതിൽ എ സൈസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് എൻ്റെ എവിടെയാണ്, നെഗറ്റീവ് എൻ്റെ എവിടെയാണ്, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിംഗ് അനുസരിച്ച് നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാം. പിന്നെ ഉള്ളത് അതിൻ്റെ ചാർജർ. ചാർജറിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് USB എൻഡും മറ്റേ എൻഡ് എന്ന് പറയുന്നത് റൗണ്ട് ടൈപ്പ് എൻഡും ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കാറാണോ റിമോട്ടാണോ ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് നോക്കാം. കാർ 3 ടൈപ്പ് സ്ക്രൂ കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാം. Finally, the car is out of the box. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്സ് ഒക്കെ ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ ഉണ്ട്. അതിൽ ഏതാണ് കത്തുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ചാർജിങ് പോർട്ട്. അപ്പോൾ നമുക്ക് കാറാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ റിമോട്ട് യൂസ് ചെയ്തത് എങ്ങനെ ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടില്ലേ ഈ കാർ എങ്ങനെയാണ് റിമോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ മൂവ് ചെയ്യണേന്ന്. സാധാരണ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തള്ളാം. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവം എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇപ്പോഴും അത്ഭുതപ്പെടുന്ന കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻഫർമേഷൻ.
ഇതിൻ്റെ ശാസ്ത്രീയപരമായ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അതിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ റിമോട്ടിൽ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റിമോട്ടിലെ ആൻറ്റിനയിൽ നിന്ന് റേഡിയോ വേവ്സ് എന്ന് പറയുന്ന തരംഗങ്ങൾ കാറിൻ്റെ ആൻറ്റിനയിലേക്ക് എത്തുന്നു. ഒരു കാറിനെ നമ്മൾ ക്ലോസ് ആയിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ അതിനകത്ത് ബേസിക്കായിട്ട് 3 കമ്പോണൻസ് ഉണ്ടാവും. ബാറ്ററി, ഒരു സർക്യൂട്ട്, പിന്നെ ഒരു മോട്ടർ. ഈ വരുന്ന റേഡിയോ വേവ്സിനെ ഈ 3 കമ്പോണൻസും കൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ കാറിനെ മൂവ് ചെയ്യുന്നത്. ഈ വന്ന റേഡിയോ വേവ്സ് പ്രകാരം കാറിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പോവുകയും അത് മോട്ടറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സിഗ്നൽ മോട്ടറിലേക്ക് എത്തിയ ശേഷം മോട്ടർ പ്രവർത്തനക്ഷമമായിട്ട് വീലിനെ കറങ്ങാൻ സഹായിക്കുന്നു. ഇപ്പോൾ വീലിന് ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകുന്ന തരത്തിലുള്ള സിഗ്നൽ ആയിരിക്കും വരുന്നത്. ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഓരോ മൂവ്മെൻറ്റിനും ഓരോ തരത്തിലുള്ള സിഗ്നലായിരിക്കും റിമോട്ടിൽ നിന്ന് വരുന്നത്. അതനുസരിച്ച് കാറ് പ്രവർത്തിക്കും. ഇതാണ് കാറിൻ്റെ വർക്കിംഗ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എല്ലാം നോക്കി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ലൈറ്റ് മാത്രമേ കത്താറുള്ളൂ, ബാക്കിലെ ലൈറ്റൊന്നും കത്താറില്ല. മൊത്തത്തിൽ ഈ കാറിന് ഞാനൊരു റേറ്റിംഗിൽ 3.9 കൊടുക്കുള്ളൂ ഔട്ട് ഓഫ് 5. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ റിമോട്ട് കൺട്രോളിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബട്ടണൊക്കെ ലൂസാണ്, അത്ര സ്ട്രോങ് ഒന്നുമില്ല. കൊടുത്ത പൈസയ്ക്ക് ഈ കാർ വെർത്തായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.